നവീന ചിലങ്ക. Yes. എനിക്ക് ചിലങ്ക എന്നൊക്കെ പേര് ഭയങ്കര വ്യത്യസ്തമായിട്ടൊരു പേരല്ലേ. ആർക്കെങ്കിലും ഉണ്ടോ ചിലങ്ക എന്നുള്ള പേര്? വേറെ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഞാനും ആദ്യമായിട്ട്. ഈ ചിലങ്ക എന്നുള്ള പേരുമായിട്ട് ബന്ധമുണ്ടോ ജീവിതത്തിന്? ഡാൻസ് കളിക്കുകയോ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇട്ട പേര്. അവർ അച്ഛനും അമ്മയും ഇട്ട പേരാണ്. അച്ഛന്റെ അച്ഛൻ. അച്ഛന്റെ അച്ഛൻ. പക്ഷെ അച്ഛന്റെ ആഗ്രഹം കുട്ടി സാധിച്ചു കൊടുത്തില്ല. ഇല്ല. ചിലങ്കയുടെ സിനിമാ ജീവിതത്തിനെ കുറിച്ചിട്ടാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. വിനയൻ സാറിന്റെ പടത്തിലാണ് വന്നത് അല്ലേ? ഏതായിരുന്നു ആ പടം? ലിറ്റിൽ സൂപ്പർമാൻ. ലിറ്റിൽ സൂപ്പർമാൻ. ലിറ്റിൽ സൂപ്പർമാൻ. ആ, അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? വിനയൻ സാറിന്റെ വഴി, ഓഡിഷൻ വഴിയാണോ അതെയോ ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നോ? അല്ല എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്. അപ്പം പുള്ളിക്കാരനാണ് അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്, അപ്പം നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് അയക്കുമായിരുന്നു. അപ്പൊ ഓഡിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ശരി. ആ മുഖ സൗന്ദര്യം ഞാനും അങ്ങനെയായിരുന്നു. സത്യം പറഞ്ഞ നമ്മള് രണ്ടുപേരും ഒരേ തോണി തന്നെയായിരുന്നു. കാര്യം ജയസൂര്യയുടെ നമ്മുടെ ആദ്യത്തെ പടമായ ഊമപ്പെട്ടിന് ഉരിയാടെ പയ്യൻ, അതില് ഒരു ചെറിയൊരു വേഷം ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഫസ്റ്റ് ചെയ്ത മൂവി തന്നെയായിരുന്നു അത്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷമല്ല, ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഡയലോഗാണെങ്കിലും അതിൽ എനിക്ക് ഡബ് ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ജയസൂര്യ ആയിരുന്നു. ഓ അത് ശരി, അതൊരു ഭാഗ്യം കിട്ടി. ഇത് പിന്നെ ഫാമിലിയുടെ ഭയങ്കര സപ്പോർട്ട്. അപ്പൊ അച്ഛനും കൊച്ചച്ഛനും പറഞ്ഞു നമുക്ക് നോക്കാം, കാരണം എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വന്ന അവസരമാണ്, അപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട്. ഇനി നവീന്റെ വിശേഷങ്ങൾ പറ. എന്റെ വിശേഷങ്ങൾ സിനിമാ വിശേഷം എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല പടങ്ങൾ നവീൻ അഭിനയിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ലോഡ്ജിൽ അഭിനയിച്ചിട്ടുണ്ട്, മേജർ രവി സാറിന്റെ കാണ്ഡഹാറിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ 2 സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒന്ന് പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞു, പിന്നെ ഒന്ന് നമ്മുടെ നന്ദനം. ഈ സീരിയലില് കൂടുതലും വില്ലനായിട്ടാണല്ലോ നമ്മൾ നവീനെ കണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വില്ലത്തരം ഇങ്ങനെ ചെയ്ത് സ്വഭാവത്തിൽ അത് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്ത് ശരിക്കും പറഞ്ഞ വില്ലന്മാരെന്ന് പറഞ്ഞാൽ പൊതുവെ ഭയങ്കര പാവം. അതെനിക്ക് മനസ്സിലായി. എനിക്കത് ശരിക്കും മനസ്സിലായത് ഇവരെ കണ്ടപ്പോഴാണ്. ഇത്ര ഇത്ര മസിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര മസിലും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്താ ഭയങ്കര ഇതാണെന്ന് അവരെ വിചാരം. അല്ല, നമ്മൾ കാണുമ്പോ അവരെ വിചാരിക്കും നമ്മള് ഭയങ്കര സീരിയസ് ആണ് അവര്. ഒരിക്കലും അല്ല. ഞാൻ ചോദിക്കട്ടെ, ആകെ ഇനി കുറച്ച് സമയം ഉള്ളു നമ്മള്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈഫ് എൻജോയ് ചെയ്യുക, എല്ലാവരുമായിട്ട് നമ്മള് സൗഹൃദം പങ്കിടുക, ഇതൊക്കെ തന്നെ. പിന്നല്ലാണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നന്നായിട്ടൊന്നും ഫുഡ് കഴിക്കില്ല, ആവശ്യത്തിന് കഴിക്കുള്ളൂ. ഹലോ, ആവശ്യത്തിന് ഫുഡ് കഴിക്കും. പിന്നെ എന്താ പറയുന്ന വർക്ക്ഔട്ട് ചെയ്യും. ആ കണ്ണാടി എന്തിനാ മുകളിൽ വെച്ചിട്ട് കണ്ണിൽ വെക്കൂ? കണ്ണില് ഒരു ചമ്മല് അറിയാതിരിക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട്. ഗെയിമിൽ തോക്കുമ്പോ നമുക്ക് എടുത്ത് വെക്കാം കേട്ടോ. വെച്ചപ്പം തന്നെ ഞങ്ങള് ജയിക്കും അല്ലേ? ഞങ്ങളല്ല, ഓപ്പോസിറ്റ്. നമ്മള് ജയിക്കും. സിംഗിളായി വന്ന് ജയിക്കണം. ഞാൻ മൊത്തം കോമൺ ആണല്ലോ. ഐ എം ദ കോമൺ ഫാക്ടർ ഓഫ് ദിസ് റെഡ് കാർപ്പറ്റ് ഷോ. നീ എന്ത് പറഞ്ഞു? അത് പറ. ഡേ ടു ഡേ ലൈഫ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം. മുട്ട അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോട്ടീൻ ആയിട്ടുള്ള ആഹാരങ്ങളാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ആ സമയത്ത് കഴിക്കുക. തീർച്ചയായിട്ടും. അപ്പൊ എത്ര മുട്ട തിന്നും ഒരു ദിവസം? രാവിലെ ഒരു 7 മുട്ട കഴിക്കാം. 7 മുട്ടയുടെ വെള്ള. 7 മുട്ടയുടെ വെള്ളം 6 മുട്ടയുടെ വെള്ള കഴിച്ചിട്ട് ഒരെണ്ണം വേണേ നമുക്ക് ഫുള്ള് കഴിക്കാം. പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും അത് മസ്റ്റാണ്. പിന്നെ ഉച്ചക്ക് ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ഈവനിങ് ആസ് യൂഷ്വൽ വെജിറ്റബിൾ സാലഡ്, ഇതൊക്കെയാണ്.